ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പൈൽസ് അഥവാ മൂലക്കുരു കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഞാൻ ഡോക്ടർ രേഷ്മ ഗോകുൽ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. ഇന്ന് നമ്മൾ മലയാളികളിൽ ഏകദേശം 30% പേരിലും കാണുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്നത്. ഈ 30%-ൽ വെറും 10% മാത്രമാണ് ഇതൊരു രോഗമായി കാണുകയും അതിന് ഡോക്ടറെ കാണുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്ന 20% പേരും ഇതിനൊരു ശ്രദ്ധയും കൊടുക്കാതെ അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ട് പുറത്തു പറയാതെ രോഗം വഷളായി മോശമായി പല കോംപ്ലിക്കേഷൻസിലും എത്തുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പൈൽസ് എന്താണെന്നും ഇതെങ്ങനെ തിരിച്ചറിയാമെന്നും ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. മലദ്വാരത്തിൻ്റെ ഉൾവശത്തോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ പുറത്തെ സൈഡിലോ ഉള്ള രക്തക്കുഴലിനുണ്ടാകുന്ന തടിപ്പും അതിനു ചുറ്റുമുണ്ടാകുന്ന ഇൻഫ്ലമേഷനുമാണ് സാധാരണ രീതിയിൽ പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് കാണപ്പെടാറുള്ളത്: ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ അത് മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് കാണുന്നത്, അത് പുറമേക്ക് കാണാൻ പറ്റില്ല. എന്നാൽ എക്സ്റ്റേണൽ പൈൽസ് നമുക്ക് പുറമെ തൊട്ടു നോക്കുമ്പോൾ ഒരു തടിപ്പായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നവയാണ്. ഇൻറ്റേർണൽ പൈൽസ് സാധാരണഗതിയിൽ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല. എന്നാൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിൽ, അതായത് മോഷൻ പോകുമ്പോൾ കട്ടിയായി പോകുന്ന സമയത്ത് ആ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുകയും ആ ഭാഗത്തെ രക്തക്കുഴലുകൾ തടിച്ച് അത് പൊട്ടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ മലം പോയതിന് ശേഷം തുള്ളി തുള്ളിയായി രക്തം കാണാറുണ്ട്. ഇതാണ് ഇൻറ്റേർണൽ പൈൽസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. എന്നാൽ എക്സ്റ്റേണൽ പൈൽസിൽ മലദ്വാരത്തിൻ്റെ പുറത്തെ വശങ്ങളിലുള്ള രക്തക്കുഴലുകൾ വികസിച്ച് അതിനു ചുറ്റുമുള്ള മാംസഭാഗത്തിനും ഇൻഫ്ലമേഷനായി തടിച്ച് പുറത്തു വരുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മോഷൻ പോയതിന് ശേഷം ആ ഭാഗത്ത് കുറേ നേരത്തേക്ക് വേദനയോ അസ്വസ്ഥതയോ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് ആയിട്ടും കാണാറുണ്ട്. സാധാരണയായി പൈൽസ് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. വയറിനകത്ത് അമിതമായിട്ട് പ്രഷർ വരുന്ന ഏതൊരു സാഹചര്യവും പൈൽസിലേക്ക് നയിക്കാറുണ്ട്. അതായത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, അമിതവണ്ണം, ശക്തമായ ചുമ, ശക്തമായ തുമ്മൽ, അതുപോലെ തന്നെ ഗർഭിണികളിൽ വയറിനകത്ത് ഒരു കുഞ്ഞ് കൂടെയുള്ള സമയത്ത് മലദ്വാരത്തിൻ്റെ ഭാഗങ്ങളിൽ പ്രഷർ അനുഭവപ്പെടുകയും അത് പൈൽസിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇന്ന് പൈൽസിലേക്ക് നയിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാലഡുകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഉൾപ്പെടുത്താത്തതും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും അത് കാരണം പൈൽസിലേക്ക് നയിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അവ ഒഴിവാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ ആയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ദിവസം മിനിമം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം. ഹോമിയോപ്പതിയിൽ പൈൽസിന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ പൈൽസിൻ്റെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് കുറച്ച് കല്ലുപ്പിട്ട ഇളം ചൂടുവെള്ളം ഒരു ബേസിനിൽ എടുത്തിട്ട് അതിൽ ദിവസവും ഒരു 10 മിനിറ്റ് ഇരിക്കുന്നത് മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന വേദനയ്ക്കും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി പൈൽസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ കൺസൾട്ടേഷനോ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡോക്ടർ രേഷ്മ ഗോകുൽ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.